ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് EVSൻ്റെ 7ാമത്തെ ചാപ്റ്റർ ദ വേൾഡ് വി ലിവ് ഇൻ, ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം ഈ ചാപ്റ്റർ കുഞ്ഞുങ്ങളൊക്കെ ഇത് പഠിച്ച് കഴിഞ്ഞ് കാണും. നമുക്കിതിലെ നോട്ട്സിലേക്ക് പോകാം. കുറച്ച് അതായത് ഒരുപാട് നോട്ട്സ് ഇല്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഗ്ലോബിനെ കുറിച്ച് പഠിച്ചല്ലേ, അതുപോലെ എർത്തിൻ്റെ ഷേപ്പ് എന്താണെന്ന് പഠിച്ചു, ഡേയും നൈറ്റും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മുടെ കൺട്രി ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ സ്റ്റേറ്റ് കേരളത്തിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, പ്രത്യേകതകൾ പറഞ്ഞു. ഇതൊക്കെയായിരുന്നല്ലേ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നോട്ട്സിലേക്ക് വരാം. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ഗ്ലോബ്? എന്താണ് ഗ്ലോബ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബ് ഈസ് എ സ്മോൾ മോഡൽ ഓഫ് ദി എർത്തിൻ്റെ ഒരു ചെറിയ മോഡൽ, എർത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോബ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ പാർട്ട് ഇല്ലുസ്ട്രേറ്റഡ് ഓൺ ദ ഗ്ലോബ് ഇൻ ബ്ലൂ കളർ ഇസ് ദ സീ. അതായത് ബ്ലൂ കളറിൽ നമ്മൾ ഗ്ലോബിൽ കാണുന്ന പാർട്ട് അതെന്താണ്? കടലല്ലേ, സീ, കടലിനെയാണ് ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതർ കളേർഡ് പാർട്സ് ആർ ലാൻഡ് ഏരിയ. മറ്റ് കളേഴ്സിൽ നമുക്ക് ബ്ലൂ മാത്രമല്ല വേറെയും പല നിറങ്ങൾ അതിൽ കാണാൻ കഴിയും. അതെന്താണ്? ലാൻഡ് ഏരിയയും ഒക്കെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ കാൺട്ട് വി സീ ദ സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ? നമുക്ക് പകല് നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല അല്ലേ, സ്റ്റാർസിനെ കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ആൻസർ എന്താണ്? സ്റ്റാർസ് കനോട്ട് ബി സീൻ ഡ്യൂറിങ് ദ ഡേ ഡ്യൂ ടു ദ ലൈറ്റ് ഓഫ് ദ സൺ. സൂര്യപ്രകാശം, സണ്ണിൻ്റെ വെളിച്ചം പകലുള്ളതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർസിനെ പകല് കാണാൻ കഴിയാത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ വി ലുക്ക് അറ്റ് ദ സൺ ഫ്രം എർത്ത് ഇറ്റ് സീംസ് സ്മോളസ്റ്റ് ടു അസ്. വൈ ഈസ് ദാറ്റ്? അതായത് നമ്മൾ ഭൂമിയിൽ എർത്തിൽ നിന്ന് നമ്മൾ സണ്ണിനെ നോക്കുമ്പോൾ സണ്ണ് വളരെ ചെറുതാണ്. ശരിക്കും സണ്ണ് ചെറുതാണോ? അല്ല, സൺ ഒരുപാട് ബിഗ് ആണല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളതിനെ ചെറുതായി കാണുന്നത്? ദ സൺ അപ്പിയേഴ്സ് സ്മോൾ ബിക്കോസ് ഇറ്റ് ഈസ് സോ ഫാർ ഫ്രം എർത്ത്. ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരെയാണല്ലേ, അതുകൊണ്ടാണ് നമ്മൾ സണ്ണിനെ ഒരുപാട് ചെറുതായി കാണുന്നത്. നമ്മൾ ആ ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞല്ലേ, നമ്മളിപ്പം നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ സ്കൈയിലൊരു പ്ലെയിൻ പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ചെറുതായാണ് കാണുന്നത് അല്ലേ. പക്ഷേ ശരിക്കും അത് ചെറുതാണോ? അല്ല, അത് ബിഗ് ആണല്ലേ, വലിയ ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കാണപ്പെടുന്നത്? ചെറുതായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് സണ്ണ് ഒരുപാട് വലുതാണ്, പക്ഷേ നമ്മൾ സണ്ണിൽ നിന്ന് ഒരുപാട് ദൂരെയാണല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ്, ആ ദൂരം കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്ക് സണ്ണിനെ ചെറുതായിട്ട് കാണപ്പെടുന്നത്. അടുത്തത് മൂണിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. എന്താണ്? ദ മൂൺ ഈസ് ഓൾസോ എ സെലസ്റ്റിയൽ ബോഡി. ദ സെലസ്റ്റിയൽ സ്പിയർ, സെലസ്റ്റിയൽ ബോഡീസ് അല്ല, ബോഡിയാണേ. ദ സെലസ്റ്റിയൽ സ്പിയർ ക്ലോസസ്റ്റ് ടു എർത്ത്. മൂണെന്ന് പറയുന്നത് ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. അത് ഭൂമിക്ക് ഏറ്റവും അടുത്ത് വരുന്ന ഒരു സെലസ്റ്റിയൽ സ്പിയർ ആണ്. ഇറ്റ് കനോട്ട് ഷൈൻ ഓൺ ഇറ്റ്സ് ഓൺ അല്ലേ. മൂണിന് സ്വന്തമായി പ്രകാശിക്കാൻ, ഷൈൻ ചെയ്യാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മൂൺ നന്നായിട്ട് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും, വെളിച്ചം കാണാൻ പറ്റും. പക്ഷേ ശരിക്കും മൂണിന് അങ്ങനെ അല്ല. അതെന്താ അതിൻ്റെ കാരണം? നമുക്ക് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അതാണ്. വൈ ഡസ് ദ മൂൺ ഷൈൻ ബ്രൈറ്റ്ലി അറ്റ് നൈറ്റ്? രാത്രിയിൽ എന്തുകൊണ്ടാണ് മൂൺ ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യുന്നത്? ദ മൂൺ റിഫ്ലെക്ട്സ് ദ സൺസ് ലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ്. മൂൺ എന്താ ചെയ്യുന്നത്? സൂര്യൻ്റെ വെളിച്ചം, സൺലൈറ്റ്, അതിലേക്ക് വീഴുന്ന സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ റീസൺ ഫോർ ദ മൂൺസ് ഗ്ലോ ആൻഡ് ദ മൂൺ ലൈറ്റ് അറ്റ് നൈറ്റ്. ഇതുകൊണ്ടാണ് മൂൺ തിളങ്ങുന്നതും രാത്രിയിൽ നമുക്ക് ചന്ദ്രൻ്റെ വെളിച്ചം കാണാൻ കഴിയുന്നതും. പക്ഷെ ശരിക്കും മൂണാണോ അവിടെ ലൈറ്റ് കൊടുക്കുന്നത്? അല്ല. എന്താണ്? സൺ ലൈറ്റ്, സൂര്യപ്രകാശം, സൺൻ്റെ ലൈറ്റ് മൂണിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് രാത്രിയിൽ മൂൺ ബ്രൈറ്റായിട്ട് കാണാൻ കഴിയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ.
when we look at the setting sun and the full moon, they will appear to be the same. Why is this so? നമ്മളിപ്പം അസ്തമിക്കുന്ന സൂര്യനെ അതുപോലെ ഫുൾ മൂണിനെയും കാണുമ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെ തോന്നാറുണ്ടല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് തോന്നുന്നത്? The sun is very far away from the earth. സൺ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ബട്ട് ദ മൂൺ ഈസ് ലൊക്കേറ്റഡ് നിയറർ ടു ദ എർത്ത് കമ്പയർഡ് ടു ദ സൺ. പക്ഷേ നമ്മൾ സണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂണെന്ന് പറയുന്നത് എർത്തിന് കുറച്ചുകൂടി അടുത്താണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കത് ഒരേപോലെ തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, ഹൗ നൈറ്റ് ആൻഡ് ഡേ ഒക്കർ? എങ്ങനെയാണ് ഡേയും നൈറ്റും ഉണ്ടാകുന്നത്? ദ എർത്ത് റൊട്ടേറ്റ് ഓൺ ഇറ്റ് സെൽഫ്, അല്ലേ? നമുക്കറിയാം ഭൂമി സ്വന്തമായാണ് കറങ്ങുന്നത്. ദ സൈഡ് ഓഫ് ദി എർത്ത് ദാറ്റ് റിസീവ്സ് ദ സൺലൈറ്റ് എക്സ്പീരിയൻസസ് ഡേ ആൻഡ് ദി അതർ സൈഡ് എക്സ്പീരിയൻസ് ഡാർക്ക്നെസ്. അപ്പം ഈ സൂര്യപ്രകാശം ലഭിക്കുന്ന, സൺലൈറ്റ് ലഭിക്കുന്ന ഒരു സൈഡ്, മൊത്തം ഒരുപോലെ അല്ലല്ലോ, നമ്മളതിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. സൺലൈറ്റ് ലഭിക്കുന്ന ഒരു സൈഡിൽ എന്താണ് വെളിച്ചം, അവിടെ എന്തായിരിക്കും? വെളിച്ചം കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ ഡേ ആയിരിക്കും. എന്നാൽ മറ്റേ സൈഡിലോ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? ഡാർക്ക്നെസ് ആണ്. ആസ് ദ റൊട്ടേഷൻ റിപ്പീറ്റ്സ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ് ചേഞ്ചസ്. അപ്പോൾ ഇങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ ഒരു സൈഡിൽ വരുമ്പോൾ വെളിച്ചമായിരിക്കും, പിന്നെ ഒന്ന് കറങ്ങി വരുമ്പോൾ ആ സൈഡ് ഇരുട്ടാകും, അപ്പോൾ അടുത്ത സൈഡിൽ വെളിച്ചം വരും. അങ്ങനെയാണ് ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മാപ്പ്? മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പിക്ചർ വെൻ വി കോപ്പി ദ ബോർഡർ ലൈൻ ഓഫ് ഇന്ത്യ ഓൺ ടു എ പീസ് ഓഫ് പേപ്പർ. നമ്മളിപ്പോൾ ഒരു പേപ്പറിലേക്ക് ഇന്ത്യയുടെ ഒരു ബോർഡർ ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചിങ്ങനെ ജസ്റ്റ് ഒരു ഇത് വരയ്ക്കുന്നു. അപ്പോൾ അതെന്താണ്? അതിനെ നമുക്കൊരു മാപ്പ്, ആ ഒരു പിക്ചറിനെ നമുക്ക് മാപ്പ് എന്ന് വിളിക്കാനായിട്ട് കഴിയും. 9th ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദി കളേഴ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്? ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിലെ കളേഴ്സ്. The Indian national flag has saffron color on top, white in the middle and green at the bottom. ടോപ്പിൽ സാഫ്രൺ കളറാണ്, മിഡിൽ വൈറ്റ് കളറും ബോട്ടത്തിൽ ഗ്രീൻ കളറുമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനെ ട്രൈ കളർ ഫ്ലാഗ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ ഫ്ലാഗ് വിത്ത് 3 കളേഴ്സ്. വി കോൾ ഇറ്റ് ട്രൈ കളർ ഫ്ലാഗ്. അതിൽ 3 കളേഴ്സ് വരുന്നൊരു ഫ്ലാഗ് ആയതുകൊണ്ടാണ് അതിനെ ട്രൈ കളർ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇനി ഈ കളേഴ്സ് മാത്രമാണോ ഉള്ളത്? അല്ല. ഇറ്റ് ഹാസ് ദി അശോക ചക്ര വിത്ത് 24 സ്പോക്സ് ഓഫ് ബ്ലൂ കളർ ഇൻ ദ മിഡിൽ. മിഡിൽ ഏതാ? വൈറ്റ് കളറാണല്ലേ വരുന്നത്. എന്നാൽ ആ വൈറ്റ് കളറിൻ്റെ മിഡിലായിട്ട് എന്തുണ്ട്? അശോക ചക്രയുണ്ട് വിത്ത് 24 സ്പോക്സ്. അതിൻ്റെ ഉള്ളിൽ 24 സ്പോക്സ് ആണ് വരുന്നത്. നിങ്ങൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? 10th ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് അവർ സ്റ്റേറ്റ്? നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്? ഏതാണ് നമ്മുടെ സ്റ്റേറ്റ്? കേരളം. വെൻ ഈസ് കേരളം ഫോമേഷൻ ഡേ? എന്നാണ് കേരള ഫോമായ ദിവസം? അല്ലെങ്കിൽ നമ്മൾ കേരള പിറവി എന്നൊക്കെ പറയില്ല, അതെന്നാണ്? November 1st. 12th ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദർ ഇൻ കേരളം? കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്, ജില്ലകളുണ്ട്? എത്ര ഡിസ്ട്രിക്ട്സ് ആണ്? 14 ഡിസ്ട്രിക്ട്സ്. ലിസ്റ്റ് ദ ഡിസ്ട്രിക്ട് ഇൻ ഓർഡർ. ഓർഡറിൽ നമുക്ക് ഡിസ്ട്രിക്ട്സ് എല്ലാം ഒന്ന് എഴുതാം. എങ്ങനെയാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. 14th ക്വസ്റ്റ്യൻ കണ്ടോ? വിച്ച് ഡിസ്ട്രിക്ട് ഹാവ് സീഷോസ്? കടൽ തീരങ്ങളുള്ള ഏതൊക്കെ ജില്ലകളാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. 15th ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദ 3 മെയിൻ നാച്ചുറൽ റീജിയൻസ് ഇൻ കേരളം? കേരളത്തിലെ 3 പ്രധാന നാച്ചുറൽ റീജിയൻസ് ഏതൊക്കെയാണ്? 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താ? ഹൈ റേഞ്ചസ്, മിഡ്ലാൻഡ്സ്, കോസ്റ്റൽ ഏരിയാസ്. ഹൈ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റീജിയൻസ് adjacent to mountains are called high ranges. മൗണ്ടൻ, മലയോര പ്രദേശങ്ങളിൽ മൗണ്ടൻസിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഹൈ റേഞ്ചസ്. മിഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞാലോ? ദ റീജിയൻ ബിറ്റ്വീൻ ഹൈ റേഞ്ചസ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ് ആർ കോൾഡ് മിഡ്ലാൻഡ്സ്. ഈ ഹൈ റേഞ്ചിനും കോസ്റ്റൽ ഏരിയയ്ക്കും ഇടയ്ക്ക് വരുന്ന റീജിയനെയാണ് നമ്മൾ മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. കോസ്റ്റൽ ഏരിയാസ് എന്ന് പറഞ്ഞാലോ? ദ ഏരിയാസ് അഡ്ജസൻറ്റ് ടു സീ ക്യാൻ ബി കോൾഡ് ആസ് കോസ്റ്റൽ ഏരിയാസ്. കടൽ തീരങ്ങൾ അല്ലേ, കടലിനോട് ചേർന്ന് വരുന്ന സ്ഥലങ്ങൾ, പ്രദേശങ്ങളെയാണ് നമ്മൾ കോസ്റ്റൽ ഏരിയാസ് എന്ന്
പറയുന്നത്. 16th ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ സെയിം ടൈപ്സ് ഓഫ് ക്രോപ്സ് കനോട്ട് ബി കൾട്ടിവേറ്റഡ് എവ്രിവെയർ? എല്ലായിടത്തും ഒരേ വിളകൾ ക്രോപ്സ് തന്നെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? The same types of crops are not cultivated everywhere in Kerala. Crops vary depending on the nature of soil, climate, etc. എല്ലായിടത്തും നമുക്ക് ഒരേ സാധനം തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എല്ലായിടത്തെയും മണ്ണ്, ക്ലൈമറ്റ് ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്, അല്ലേ, വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരേ ക്രോപ്സ് തന്നെ എല്ലായിടത്തും കൃഷി ചെയ്യാൻ കഴിയാത്തത്. 17th ക്വസ്റ്റ്യൻ കണ്ടോ. വൈ കേരളം ഈസ് സോ ബ്യൂട്ടിഫുൾ? എന്തുകൊണ്ടാണ് കേരളം ഇത്ര മനോഹരമായത്? ദ ലോങ് കോസ്റ്റ് ലൈൻ, ദ ഗ്രീൻ ഹിൽസ്, ദ മെഡോസ്, ബിഗ് ആൻഡ് സ്മോൾ കൗണ്ട്ലെസ് റിവേഴ്സ്, ന്യൂമറസ് ബാക്ക് വാട്ടേഴ്സ്, വാസ്റ്റ് അഗ്രികൾച്ചർ ലാൻഡ് ആൻഡ് ദെൻ ഡൈവേഴ്സ് ഫോറസ്റ്റ് ആർ ഓൾ പാർട്ട് ഓഫ് കേരളംസ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്? ഒന്ന്, നമ്മുടെ തീരപ്രദേശങ്ങൾ, അതുപോലെ നമ്മുടെ മലയോര പ്രദേശങ്ങൾ, ഇനി നദികൾ, കായലുകൾ, കൃഷിയിടങ്ങൾ, വനങ്ങൾ, ഇതൊക്കെ കാരണമാണ് കേരളം മനോഹരമായിരിക്കുന്നത്. അടുത്തൊരു പിക്ചർ കണ്ടോ. നമ്മുടെ നാഷണൽ സിംബൽസ് എന്തൊക്കെയാണ്? നാഷണൽ ഫ്ലവർ ഏതാണ്? നാഷണൽ ഫ്ലവർ ലോട്ടസ്. നാഷണൽ ബേർഡ് ഏതാണ്? പീകോക്ക്. നാഷണൽ ആനിമൽ ടൈഗർ. നാഷണൽ ട്രീ ബനേൻ ട്രീ. നാഷണൽ സിംബൽ അശോക ചക്ര. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ്, അതുപോലെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു.